നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ഇടവമാസം 20-ാം തീയതി ചൊവ്വാഴ്ചയും പൂരം നക്ഷത്രവും വരുന്ന ദിവസം, ശുക്ലപക്ഷ അഷ്ടമി തിഥി 3/6/2025. ഈ ദിവസം സൂര്യോദയം 5:45 AM-നും സൂര്യ അസ്തമനം 6:29 PM-നുമാണ്. രാഹുകാലമാകട്ടെ 3:18 PM മുതൽ 4:53 PM വരെയും, ഗുളികകാലം 12:07 PM മുതൽ 1:42 PM വരെയും, യമകണ്ഠകാലം 8:56 AM മുതൽ 10:31 AM വരെയുമാണ്. അഭിജിത് മുഹൂർത്തമാകട്ടെ 11:43 AM മുതൽ 12:05 PM വരെയും, 12:09 PM മുതൽ 12:31 PM വരെയുമാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ, അതും പൂരം നക്ഷത്രവും അഷ്ടമി തിഥിയും വരുന്ന ചൊവ്വാഴ്ച ദിവസം കാളിയമ്മയെ പ്രാർത്ഥിച്ചാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്. അമ്മയ്ക്ക് നിവേദ്യമൊക്കെ വച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ്. കുടുംബ പരദേവതയെ പൂജിക്കാൻ പറ്റിയ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കാളിയമ്മയെ സ്തുതിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. കാളി മഹേശ്വരി, അതുപോലെ കാളി മഹാകാളിയൊക്കെയുള്ള കീർത്തനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് അമ്മയെ സ്തുതിച്ചുകൊണ്ട് ഓം ഹ്രീം ഭദ്രകാളിയെ നമ എന്നുള്ള മൂലമന്ത്രമൊക്കെ ജപിച്ച് ഉപാസനാ ബലമൊക്കെ കൂട്ടുന്നത് ഏറ്റവും നന്നായിരിക്കും. വരാഹി ദേവിക്ക് അഷ്ടമി തിഥി ആയതുകൊണ്ട് വരാഹി ദേവിക്ക് പൂജയൊക്കെ ചെയ്ത് രാത്രി 8 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് അമ്മയ്ക്ക് വരാഹി ദേവിക്ക് പൂജയൊക്കെ ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. എല്ലാവർക്കും കാളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചൊവ്വാഴ്ച ആയതുകൊണ്ട് കാളിയമ്മ മാത്രമല്ല, സുബ്രഹ്മണ്യ സ്വാമിയും അനുഗ്രഹം തരുന്ന ദിവസമാണ്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, ആണ്ടവനെയും പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും തരുന്നതിന് സഹായകമാവും. അപ്പൊ ആണ്ടവനെയും കാളിയമ്മയെയും പ്രാർത്ഥിച്ച് ചുവപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് അമ്മയ്ക്കൊരു ചുവപ്പ് പുഷ്പമൊക്കെ സമർപ്പിച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകവും ഒരു ത്രിമധുരവും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ഇനി ഈ ദിവസത്തെ ഈ 3/6/2025 ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഉദയം ഇടവത്തിലാണ്, സൂര്യനും ഇടവത്തിൽ തന്നെ, ബുധനും സൂര്യനോടൊപ്പം നിൽക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ ചന്ദ്രനോടൊപ്പം കേതുവും നിൽക്കുന്നു. ചൊവ്വ നിൽക്കുന്നത് കർക്കിടകം രാശിയിലാണ്. യുഗ്മരാശിയിലായതുകൊണ്ട് തന്നെ ഭദ്രകാളി അമ്മയെ ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അമ്മ കർക്കിടകത്തിൽ നീചഭാവത്തിലാണെങ്കിൽ പോലും അമ്മയ്ക്ക് ഒരു ത്രിമധുരമൊക്കെ കൊടുത്ത് ഒരു ഗുരുതി കൂട്ടൊക്കെ സമർപ്പിച്ച് ഒരു ഗുരുതി പൂജയൊക്കെ നടത്തുമ്പോൾ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. വ്യാഴം അല്ലെങ്കിൽ ഗുരു നിൽക്കുന്നത് മിഥുനൻ രാശിയിലെ, ശുക്രൻ മേടത്തിൽ, ശനി മീനത്തിൽ, സർപ്പി കുംഭത്തിൽ, ഗുളികോദയം വന്നിരിക്കുന്നത് കന്നിരാശിയിലാണ്. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ശുഭാശുഭ ഫലങ്ങൾ, ഈ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നൊന്ന് നമുക്ക് നോക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചിരകാല അഭിലാഷങ്ങളൊക്കെ സാധിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ അല്പസ്വല്പം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് പുരോഗതിയൊക്കെ ദൃശ്യമാകും. ശത്രുക്കളുടെ ശല്യങ്ങളൊക്കെ കുറയുകയും പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. തൊഴിൽ നേടുന്നവർക്ക് അനുകൂല സമയമാണ്. വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും. കാലങ്ങളായി തുടർന്നു വന്നിരുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശ സഞ്ചാരം മൂലം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ്. ധനധാന്യ ലാഭവും പ്രതാപവും ഒക്കെ വന്നു ചേരും. സ്ത്രീജനങ്ങളിൽ നിന്നൊക്കെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും.
സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിനും കൂടിയായി പ്രാർത്ഥിക്കുക. കാളിയമ്മയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ ഇല്ലാതാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാവും. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ നീങ്ങിക്കിട്ടും. പുതിയ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. പുതിയ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്ഥാനമാനങ്ങൾ വഹിക്കേണ്ടതായി വരും. ശത്രുക്കളുടെ ശല്യം പൊതുവെ കുറയുന്ന ദിവസമാണ്. വീട്ടുകാരിൽ നിന്നും സന്തോഷ അനുഭവങ്ങൾ വർദ്ധിക്കും. ശാരീരിക വിഷമതകൾ മാറിക്കിട്ടും. അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾ, അനുകൂല മാറ്റങ്ങൾ കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാം. അതുമൂലം ധനം വന്നു ചേരുന്നതാണ്. പുത്തൻ ആശയങ്ങൾ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ അല്പം കാലതാമസം നേരിടും. ബന്ധുമിത്രാദികളുടെ എതിരായ മനോഭാവം നിരന്തരം ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അല്പം ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. വിവാഹാലോചനകൾ ഫലപ്രാപ്തിയിൽ എത്താൻ കാലതാമസം വരും. ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞ് പരിഹരിക്കുവാൻ ശ്രമിക്കണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. മോഹഭംഗവും ധനനാശവും മൂലം അല്പം വിഷമമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവിധ മാനസിക ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്നതിനായി കാളിയമ്മയെ ഭജിക്കുന്നതും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകമൊക്കെ കഴിക്കുമ്പോൾ എല്ലാം ശുഭമായി പരിവസിക്കുന്നതാണ്, ശുഭമായി മാറുന്നതാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കുവാനുള്ള യോഗമുണ്ട്. പഠനത്തിൻ്റെതായ വിദ്യാഭ്യാസ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം ഒരു പരിധി വരെ മാറിക്കിട്ടും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില അവസരങ്ങളൊക്കെ വീണ്ടും തിരിച്ച് ലഭിക്കും. വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു അനുകൂല സമീപനം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന ദിവസവും കൂടി ആണ്. പുതിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കും. സാഹസികത അല്പം കൂടും. ബന്ധങ്ങളൊക്കെ കൂട്ടിയിണക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കർമ്മരംഗത്തെ തടസ്സങ്ങളെല്ലാം മാറി കൂടുതൽ തെളിമയോടുകൂടി പ്രവർത്തിക്കുവാൻ സാധിക്കും. വിദേശത്ത് ജോലിയുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാലും ആരുടെയെങ്കിലും സഹായത്താൽ കാര്യങ്ങൾ ഒരു പരിധിവരെ നേർവഴിക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്പം കരുതൽ ആവശ്യമാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ സൽകീർത്തി മൂലം മനസ്സിന് ഒരു സന്തോഷം ലഭിക്കുവാൻ അവസരം കിട്ടും. ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം വന്നു ചേരുകയും ചെയ്യും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമശിവായ ജപിക്കുന്നത്, കാളിയമ്മയെ പ്രാർത്ഥിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിക്ക് ത്രിമധുരമൊക്കെ കഴിച്ച് ഭഗവാന് അഭിഷേകമൊക്കെ പനിനീരഭിഷേകമൊക്കെ കഴിക്കുന്നത് സദ്ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടവരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കും. വീട് പണി തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരം വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥലമാറ്റം ലഭിക്കും. സാഹസികത അല്പം വർദ്ധിക്കുന്ന സമയമാണ്. എടുത്തുചാട്ടം അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. തടസ്സങ്ങൾ കുറയുന്ന കാലമാണ്. കഴിവുകൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടുന്ന സമയമാണ്. പ്രതീക്ഷകൾ പൂവണിയുകയും സന്തോഷകരമായ അനുഭവങ്ങൾ തേടിയെത്തുകയും ചെയ്യും. പുതിയ പുതിയ ആശയങ്ങൾ പ്രവൃത്തി മണ്ഡപത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. കലാസാഹിത്യ രംഗങ്ങളിൽ തൻ്റെതായ സംഭാവനകൾ നൽകുവാൻ സാധിക്കും. രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭദ്രകാളി അമ്മയെ കൂടെ പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടൊക്കെ കഴിച്ച് കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്.
ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങൾ വരുവാനുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായി ചില നന്മകളൊക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നു. സാഹസിക പ്രവൃത്തികൾ, അതായത് ജാമ്യം നിൽക്കുക, കടം കൊടുക്കുക, ആഭരണങ്ങൾ പണയം വയ്ക്കാൻ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചതി പറ്റാൻ വളരെയേറെ സാധ്യതയുണ്ട്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞേ തീരൂ. അതിൽ ആര് വിഷമിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതില്ല. തൊഴിൽ നേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാൻ കാലതാമസമൊക്കെ വരുന്ന സമയമാണ്. വിവാഹാലോചനകൾ പോലും മന്ദഗതിയിലാകും. തീർത്ഥയാത്ര നടക്കുന്നവർക്ക് മാർഗമധ്യേ തടസ്സങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അനാവശ്യമായ വിവാദങ്ങളിൽ നിന്ന് അല്പം അകന്നു നിൽക്കേണ്ടതാണ്. ശാരീരിക ക്ലേശങ്ങൾ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വിഷമം വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ്. സന്താന വിരഹമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ദൂരദേശ ഗമനത്തിനുള്ള മാർഗം തെളിഞ്ഞു വരും. ആരോഗ്യകരമായി പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നതും കുടുംബക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതും പുണ്യക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി മനഃശാന്തി അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഒരു കവചം ആർജിക്കേണ്ടതാണ്. കാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാവിധി പൂജകളൊക്കെ ചെയ്യുന്നതോടൊപ്പം സേവാമൂർത്തിയുടെയും കുടുംബ പരദേവതയുടെയും അനുഗ്രഹത്താൽ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭപര്യവസാനിയായി തീരും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുപുത്തൻ ആശയങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനായി ശ്രമിക്കും. അതുപോലെ തന്നെ ശാരീരിക വിഷമതകളൊക്കെ പരിഹരിക്കുവാൻ ഒരു പരിധിവരെ സാധിക്കും. കർമ്മരംഗത്ത് ഉയർന്ന പദവികളൊക്കെ തേടി വരും. ചിലവുകൾ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിയും. വ്യാധികൾ ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ശാരീരിക വിഷമതകൾ മാറുന്നതോടൊപ്പം മനസ്സമാധാനം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിലുള്ള ആശങ്കകൾ മാറുന്നതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും. അവർ മനസ്സറിഞ്ഞ് തന്നെ സഹായഹസ്തവുമായി മുന്നിലെത്തുന്നതാണ്. മനോവ്യാകുലതകൾ നീങ്ങും. പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്രകളിലേക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി വേണ്ടപ്പെട്ടവർ വഴി തൊഴിലവസരങ്ങൾ ലഭിക്കും. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാൻ സാധിക്കും. കേസുകളൊക്കെ ഒത്തുതീർപ്പിലാവും. രാശിനാഥയായ മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും കാളിയമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തന്നെ ഭവിക്കുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അകാരണമായ ഭയം ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ വളരെ ധൈര്യവതിയായി അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു ആർജവം വന്നു ചേരും. സ്ഥാനചലനവും സർവകാര്യ വിഘ്നവും വരുമെങ്കിലും ഉച്ചതിരിയുമ്പോഴേക്കും ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് പൂജകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ അനുകൂല സമയം വന്നു ചേരും. ആരുടെയെങ്കിലും സഹായത്താൽ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കപ്പെടും. അത് ഈശ്വരന്റെ സഹായമാണെന്ന് തന്നെ അമ്മയുടെ സഹായമായി അതിനെ കാണണം. അതുപോലെ ജോലിഭാരം വർദ്ധിക്കുകയും അതിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴും വിഷമിക്കേണ്ട. തനിക്കുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. സന്താനങ്ങളുടെ ഇഷ്ടപ്രകാരം അവർ നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ ശ്രമിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ അല്പം ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. വിവാഹാലോചനകളൊക്കെ അല്പം വൈകിയാണെങ്കിലും തീരുമാനത്തിലെത്തുന്നതാണ്. സ്ത്രീകൾ മൂലം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. വിവാദങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്ന് പ്രവർത്തിക്കുമ്പോൾ ധാർമ്മിക പ്രവൃത്തികളിലൊക്കെ താല്പര്യം വർദ്ധിക്കും. പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കും. കാളിയമ്മയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹത്താൽ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും. അധികാരികളുടെ പ്രീതി നേടും. കർമ്മപരമായി അത്യധികം പ്രയോജനകരമായ ഒരവസ്ഥ വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമായി വരും. വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങളൊക്കെ സാധ്യമാവും. വിവാഹ തടസ്സങ്ങൾ ഒരു പരിധിവരെ നീങ്ങിക്കിട്ടും. അന്യദേശവാസത്തിന് ശ്രമിച്ചാൽ വിജയിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. എടുത്തുചാട്ടം നിയന്ത്രിക്കുന്ന
പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. വൃദ്ധ സ്ത്രീകളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. പാരമ്പര്യ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ വന്നു ചേരും. രാഷ്ട്രീയ രംഗത്തെ പിന്തുണ ഉണ്ടാകും. പ്രായത്തിനനുസരിച്ചുള്ള മനസ്സമാധാനവും അതുപോലെ തന്നെ കർമ്മരംഗത്ത് പ്രവർത്തിക്കാനുള്ള ആർജവവും ലഭിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് കൂടി യഥാശക്തി വഴിപാട് കഴിച്ച് കുടുംബ പരദേവതയോടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നു. രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും വന്നു ചേരും. സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. സ്ഥാനചലനം ഉണ്ടെങ്കിലും അത് ഗുണപരമായി മാറുന്നതാണ്. സന്താനങ്ങളുമായ അഭിപ്രായ ഭിന്നത വന്നാലും അത് കുറച്ചു സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വേണ്ട മധ്യസ്ഥതരുടെ ഇടപെടൽ മൂലം എല്ലാം ശുഭമായി പര്യവസാനിക്കും. വിദേശത്ത് വസിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തിനായി എത്തുവാനുള്ള യോഗം കാണുന്നു. കർമ്മരംഗത്ത് വേണ്ടത്ര പുരോഗതി കാണിക്കണം, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടം വന്നു ചേരും. ബന്ധുജനങ്ങളുമായുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞ് ഒരു കുടുംബയോഗമൊക്കെ വിളിച്ചുകൂട്ടി അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ശ്രമിക്കണം. ദീർഘദൂര യാത്രകളൊക്കെ ഗുണകരമായി തീരും. പുണ്യക്ഷേത്ര ദർശനം, ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാവിധി പൂജകൾ ചെയ്യുന്നതൊക്കെ എല്ലാവിധ ഐശ്വര്യവും നിലനിർത്തുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുപുത്തൻ ആശയങ്ങളൊക്കെ നമ്മളുടെ ചിന്താമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുമെങ്കിലും പെട്ടെന്ന് വിജയം കാണുവാൻ സാധ്യത കുറവാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതിൽ വിജയിക്കുകയും ചെയ്യും. വിവാഹാലോചനകളൊക്കെ ഫലപ്രാപ്തിയിലെത്തും. സന്താനലബ്ധി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു അവസരം കൂടി വന്നു ചേരുന്നതാണ്. വീട് വാഹനമൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാവും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. കഴിവതും പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഒന്ന് താഴ്ന്നു കൊടുക്കുന്നത് നന്നായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് പാരിതോഷങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിൽ അല്പസ്വല്പം തർക്കങ്ങളൊക്കെ വരാം. എന്നിരുന്നാലും എല്ലാം പറഞ്ഞ് തിരുത്താവുന്നതേ ഉള്ളൂ. ദൂരസഞ്ചാരത്തിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളി അമ്മയെ കൂടെ പ്രാർത്ഥിച്ച് ശനീശൻ യഥാശക്തി വഴിപാടുകൾ കഴിച്ച് കുടുംബ പരദേവതയ്ക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ അനുഗ്രഹവും നിലനിന്ന് കിട്ടുന്നതാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹാന്തരീക്ഷം അല്പം കലുഷിതമാകുമെങ്കിലും ജന്മശനിയെല്ലാം മാറിയതുകൊണ്ട് അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം എല്ലാ സൗഭാഗ്യങ്ങളും നൽകുവാനായി കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഗുരുക്കന്മാരുടെ സഹായത്താൽ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ ശ്രമിക്കണം. ബന്ധുമിത്രാദികളുടെ ആരോപണങ്ങളൊക്കെ അതിജീവിക്കാൻ വേണ്ട മാധ്യസ്ഥതയൊക്കെ തേടേണ്ടതാണ്. വിവാദ വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന നന്നായിരിക്കും. കർമ്മരംഗത്തെ തിക്താനുഭവങ്ങളൊക്കെ മാറ്റിക്കിട്ടുവാനായി കൂടുതൽ പ്രവൃത്തി മണ്ഡലത്തിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായ ആവശ്യം വരും. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കണം. അസ്വാരസ്യങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കണം. അല്പം താഴ്ന്നു കൊടുക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കുടുംബത്തിലെ സന്തോഷവും സമാധാനവും കർമ്മരംഗത്തും പ്രതിഫലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗം കലുഷിതമാവാതിരിക്കാൻ കുടുംബത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ആർജിക്കേണ്ടതുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ദിവസമാണ്. അലസതയും ക്ഷീണവും ആലസ്യവും ഒക്കെ മാറി കർമ്മരംഗത്ത് കൂടുതൽ കാര്യപ്രാപ്തി ഉണ്ടാകുവാൻ ചത്തൻസ്വാമിമാരെ പ്രാർത്ഥിക്കുന്ന, വിഷ്ണുമായ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത്, ഉപാസനാമൂർത്തികൾക്കൊക്കെ അഷ്ടമി തിഥിയായതുകൊണ്ട് നിവേദ്യം കൊടുക്കുന്നത്, സേവാബലം അല്ലെങ്കിൽ പ്രാർത്ഥനാ ബലം കൂട്ടുന്നതൊക്കെ വളരെ നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടാൻ കാളിയമ്മയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും.
മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ നഷ്ടങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു ദിവസമാണ്. ബന്ധുമിത്രാദികളുടെ വിയോഗത്താൽ അല്പം മനസ്സ് വിഷമിപ്പിക്കുമെങ്കിലും വേണ്ട കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുള്ളതുകൊണ്ട് വിഷമം മാറ്റിവെച്ച് കർമ്മരംഗത്തേക്ക് ഇറങ്ങും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. വിവാഹാലോചനകളൊക്കെ ഫലപ്രാപ്തിയിലെത്തുവാനായി സാധിക്കും. സഹോദരങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പറഞ്ഞ് പരിഹരിക്കും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ശരീരത്തിന് ശക്തിക്ഷയമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ ജീവിതത്തിൽ വിജയമുണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ദൂരയാത്രകൾ ആവശ്യമായി വരും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായമാകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഉപാസനാ ബലമൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ചെയ്യുക. ജപമൊക്കെ മുടക്കാതിരിക്കുമ്പോൾ എല്ലാം ഐശ്വര്യപൂർണമായി തീരും. 27 നക്ഷത്രക്കാർക്കും ഈ ചൊവ്വാഴ്ച, ഈ പൂരനാളിൽ, ഈ അഷ്ടമി തിഥിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. അമ്മേ ശരണം ശരണം ദേവി ശരണം മേ തവ ചരണയുഗം. അമ്മേ ശരണം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയാ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയാ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയാ. അമ്മേ ശരണം, അമ്മേ ശരണം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.